ഇവന്മാർ ഇത്രയും നാൾ ഈ പൈസ ഒന്നും കൊടുക്കാതെ അവിടെ നിൽക്കാനുള്ള ഒരു മോട്ടീവ് വേണമല്ലോ, അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. മോട്ടീവ് എന്ന് വെച്ചാൽ ആ ടൈമിൽ എനിക്ക് മനസ്സിലായത് അവിടെ ഗേൾസിനെ കിട്ടും. മനസ്സിലായോ? ഇപ്പൊ മമ്മൂന്നൊക്കെ വെച്ചാൽ മമ്മൂനൊക്കെ ഗേൾസിനെ ആദ്യമായിട്ട് കാണുന്ന പോലെ, പെമ്പിള്ളേരൊന്നും കണ്ടിട്ടില്ല നിൽക്കുന്ന സ്ഥലത്ത്. അപ്പം അങ്ങനെ ആ ഒരു എക്സ്പോഷർ അവന്റെ സ്വഭാവത്തിൽ അത് കാണാനുണ്ട്. അത് നമ്മൾ തന്നെ വീഡിയോക്കകത്ത് കാണുന്നതാണല്ലോ. പെണ്ണുങ്ങളെ കാണുമ്പോഴത്തേക്കല്ലേ ചക്കക്കൂട്ടാൻ കണ്ട പോലെയാണ് മമ്മൂ ചാടിത്തുള്ളി വരുന്നത്. ഗേൾസിനെ ആദ്യമായിട്ട് കാണുന്ന പോലെ, പെമ്പിള്ളേരൊന്നും കണ്ടിട്ടില്ല നിൽക്കുന്ന സ്ഥലത്ത്. അപ്പം അങ്ങനെ ആ ഒരു എക്സ്പോഷർ കിട്ടുകൊണ്ടായിരിക്കും ഇത്രയും നാളും ഒരാളും തിരിച്ചറിയാൻ നിന്നിട്ട് പെട്ടെന്ന് ഒരു സ്ഥലത്ത് വന്നിട്ട് ഇത്ര ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നു. അപ്പൊ എന്തെങ്കിലും കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ച് നിന്നതായിരിക്കും. ഇവന്മാർക്ക് എല്ലാവർക്കും ഈ പെണ്ണുങ്ങളെ എന്തോ കൊണ്ടുവരിക പരിപാടി നടത്തുക അതുണ്ടായിരുന്നോ? ഷമീറിനും നിഹാദിന്റെ ഇടയിൽ അങ്ങനെ കുറെ വട്ടം തല്ലുണ്ടായിട്ടുണ്ട്. അതായത് ഷമീർ കൊണ്ടുവരുന്ന പെണ്ണായിട്ട് നിഹാദ് ഇതാക്കി എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ കുറെ സീൻ വന്നിട്ടുണ്ട്. അതിന്റെ ഇടയിൽ അവർ എന്താണ് മോനെ കേൾക്കുന്നത്? പെൺകുട്ടികളെ കൊണ്ടുവരിക, തല്ലുണ്ടാകുക, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് കൊച്ചു കേരളത്തിൽ? അങ്ങനെ തല്ലായിട്ടുണ്ട്. തല്ലായി എന്നെ രണ്ടുപേരും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർക്ക് പൈസ ഒഴിച്ച് ബാക്കി എല്ലാം കിട്ടുന്നുണ്ട്. പൈസ ഒഴിച്ച് ബാക്കി എല്ലാം കിട്ടുന്നുണ്ട്, പൈസ കിട്ടുന്നില്ല. അപ്പൊ ഇത്രയും നാളെ അവന്മാര് പൈസ ഇല്ലാഞ്ഞിട്ടും 2.5 കൊല്ലം അവന്മാരുടെ തൊപ്പിയുടെ മൂട്ട് താങ്ങി നിന്നതിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? എല്ലാം അവിടെ കിട്ടും, എല്ലാം കിട്ടും, പൈസ മാത്രം കിട്ടത്തില്ല. അപ്പം ആ നിൽക്കാനുള്ള മോട്ടീവ് മനസ്സിലായല്ലോ, അതാണ് കാര്യം. പിന്നെ ഈ തല്ലുന്ന ദിവസമൊക്കെ ഇവൻ ദേഷ്യം വന്ന ആര് വേണേ തല്ലും. ഇപ്പൊ എന്നെ തന്നെ കുറെ തല്ലിയിട്ടുണ്ട്. പക്ഷെ ഷമീറിനെ ഒന്നും ചെയ്തില്ല. ഷമീറായിട്ട് ലൈക്ക് അവർ തമ്മിലൊരു അതാണ് ഞാൻ ഞെട്ടിയത്. ഷമീർ ഇതൊന്ന് പറയണമെങ്കിൽ ബിക്കോസ് ഷമീർ ഇവന് പറ്റുന്നേട്ട് എന്തോ ഒരു ബോണ്ട് ഉണ്ട് കേട്ടോ. ബോണ്ട് അതെന്തോ ബോണ്ടാണോ എന്തോ കുഞ്ഞുനിക്കൽ ബോണ്ടാണ് കേട്ടോ മോനെ.